സെർച്ചിങ് എ ലിങ്ക്ഡ് ലിസ്റ്റ് ആണ് അടുത്തതായിട്ട് പറയാനുള്ളത്. അതായത് ലിങ്ക്ഡ് ലിസ്റ്റിലുള്ള ഒരു എലമെന്റിനെ നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുന്നു. അങ്ങനെ ഒരു എലമെന്റ് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൽ ഒക്കോ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ എന്താണ് ഫൈൻഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പിലുള്ള ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ടാകാം. സോർട്ടഡ് ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ടാകും, അൺസോർട്ടഡ് ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ടാകും. അപ്പൊ നമ്മൾ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിനെ എങ്ങനെയാണ് സോർട്ട് ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അൺസോർട്ടഡ് ലിങ്ക്ഡ് ലിസ്റ്റിനെ സെർച്ച് ചെയ്യുന്ന കാര്യമാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതിനുശേഷം നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിനെ സോർട്ട് ചെയ്യാൻ പഠിച്ചതിന് ശേഷം എന്താണ് സോർട്ടഡ് ലിങ്ക്ഡ് ലിസ്റ്റിനെ സെർച്ച് ചെയ്യാനുള്ളതും കൂടെ പറയും. അപ്പം നമുക്കറിയാം, സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ട്രാവേഴ്സ് ചെയ്യും. നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിനെ ട്രാവേഴ്സ് ചെയ്തിട്ട് ആദ്യം ഫസ്റ്റിലെ നോഡിന്റെ എലമെന്റിനെ എടുക്കും. എന്നിട്ട് ആ എലമെന്റും നമ്മൾ സെർച്ച് ചെയ്യുന്ന എലമെന്റും ഈക്വൽ ആണെന്ന് നോക്കും. ഈക്വൽ ആണെങ്കിൽ എന്താണ് അങ്ങനെ ഒരു നമ്മൾ സെർച്ച് ചെയ്യുന്ന എലമെന്റ് അവിടെ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്, ഒക്കോ ചെയ്തിട്ടുണ്ട് എന്ന് പറയും. അതല്ലെങ്കിൽ എന്താണ് നമ്മൾ അടുത്ത എലമെന്റിലേക്ക് പോകും. അടുത്ത എലമെന്റും സെർച്ചിങ് എലമെന്റും കമ്പയർ ചെയ്യും. എന്താണ് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിലുള്ള അവസാനത്തെ നോഡ് വരെ ഈ ഒരു കമ്പയറിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. എവിടെയെങ്കിലും നമ്മൾ കമ്പയർ ചെയ്യുന്ന എലമെന്റും നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിലുള്ള എലമെന്റും സെയിം ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അങ്ങനെ ഒരു എലമെന്റ് അവിടെ ഒക്കോ ചെയ്തിട്ടുണ്ട് എന്ന് പറയും. അങ്ങനെ ഒരു എലമെന്റും ഒരു സ്ഥലത്തും നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിലുള്ള ഒരു നോഡിലും ആ ഒരു എലമെന്റ് ഫൗണ്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അങ്ങനെ ഒരു എലമെന്റ് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിലില്ല, സെർച്ച് എന്താണ് ഇൻവാലിഡ് ആണ് എന്ന് പറയും. അപ്പം അതുപോലെ തന്നെ ഒന്നിലധികം പ്രാവശ്യം നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന നോഡ്സ് ഫൗണ്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മൾ 3 ആണ് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ 3 എന്നുള്ള നോഡ് തന്നെ ഒന്നിലധികം പ്രാവശ്യം എന്താണ് നോഡ്സിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഒന്നുകിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് വന്നതിന് ശേഷം തന്നെ എന്താണ് അങ്ങനെ ഒരു എലമെന്റ് ഉണ്ട് എന്ന് പറയാം. അതല്ലെങ്കിൽ വീണ്ടും നമുക്ക് എന്താണ് എവിടെയൊക്കെ 3 വന്നിട്ടുണ്ട് എന്ന് സെർച്ച് ചെയ്തിട്ട് പോകാം. അത് അപ്പോൾ യൂസറുടെ കണ്ടീഷൻ പോലെയാണ്. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ എന്താണ് ടിൽ ദ എൻഡ് ഓഫ് ദ ലിസ്റ്റ്, അവസാനം നമ്മുടെ ലിസ്റ്റിന്റെ അവസാനം വരെ നമുക്ക് എന്താണ് അത് കണ്ടിന്യൂ ചെയ്യാം. അതല്ല നമുക്ക് ജസ്റ്റ് അത് ഫൗണ്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയാൻ മാത്രമാണെങ്കിൽ എന്താണ് ഫസ്റ്റ് അറ്റംപ്റ്റ് വന്നതിന് ശേഷം തന്നെ നമുക്ക് എന്താണ് അവിടുന്ന് എക്സിറ്റ് ചെയ്യാം. ദെൻ അൺസോർട്ടഡ് ലിങ്ക്ഡ് ലിസ്റ്റിന്റെ സെർച്ചിങ് ആണ് നമ്മൾ പറയുന്നത്. ലിങ്ക്ഡ് ലിസ്റ്റിൽ ഒരു എലമെന്റിനെ സെർച്ച് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തു, സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു, മെയിൻ കൊടുത്തു. മെയിനിൽ എന്താണ് നോഡിന് നമ്മൾ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ഇൻറ്റിജർ വേരിയബിൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്ലാഗ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് മെനു ഡ്രിവൺ പ്രോഗ്രാം ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മളൊരു ഫ്ലാഗ് സെറ്റ് ചെയ്യാറുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ അതിൽ അങ്ങനെ ഒരു ഒക്കറോ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഫ്ലാഗിന് 1 എന്ന് കൊടുക്കും. അതല്ലെങ്കിൽ എന്താണ് ഒറ്റ പ്രാവശ്യം നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൽ അങ്ങനെ ഒരു എലമെന്റ് ഫൗണ്ട് ചെയ്തിട്ടില്ല എന്ന് കൺസിഡർ ചെയ്യാൻ വേണ്ടി എന്താണ് ഫ്ലാഗിന് 0 കൊടുക്കാറുണ്ട്. അപ്പൊ ആ കേസിൽ നമ്മളിവിടെ ഫ്ലാഗ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഐ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഐ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൽ എത്രാമത്തെ നോഡിലാണ് നമ്മൾ ഒക്കോ ചെയ്തിട്ടുള്ള എലമെന്റ്, നമ്മുടെ സെർച്ച് ചെയ്യുന്ന എലമെന്റ് എത്രാമത്തെ നോഡിലാണ് ഒക്കോ ചെയ്തിട്ടുള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐ കൊടുത്തിട്ടുള്ളത്. ദെൻ എൻ എന്ന് പറയുന്നത് നമുക്ക് സെർച്ച് ചെയ്യാൻ പോകുന്ന എലമെന്റിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും. ദെൻ മെനു ഡ്രിവൺ പ്രോഗ്രാം ആയിട്ട് നമ്മൾ നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതിനെ ട്രാവേഴ്സ് ചെയ്യുന്നു. ദെൻ പിന്നെ എന്താണ് വീണ്ടും കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ 1 എൻ്റർ ചെയ്യാൻ പറയുന്നു, അതല്ലെങ്കിൽ 0 എൻ്റർ ചെയ്യാൻ പറയുന്നു. യൂസർ എന്താണോ എൻ്റർ ചെയ്യുന്നത് അത് ഫ്ലാഗിൽ സ്റ്റോർ ചെയ്യുന്നു. 1 ആണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ദാറ്റ് മീൻസ് നമുക്ക് വീണ്ടും എന്താണ് എലമെന്റ്സിനെ ആഡ് ചെയ്യാം. 0 ആണെന്നുണ്ടെങ്കിൽ ഫ്ലാഗ് 0 ആകുമ്പോൾ എന്താണ് വൈൽ എന്നുള്ള കണ്ടീഷൻ ഫാൾസ് ആകും. അപ്പോൾ വൈൽ എന്നുള്ള കണ്ടീഷൻ ഫാൾസ് ആയാൽ നെക്സ്റ്റ് നമ്മൾ ഫ്ലാഗ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കും. അപ്പൊ ഫ്ലാഗ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാൻ കാരണം യൂസർ ഇവിടെ 0 എന്ന് എൻ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും, എന്നാലും നമ്മൾ എന്താണ് ഫ്ലാഗ് 0 കൊടുക്കുന്നു. അതിന്റെ കൂടെ തന്നെ എന്താണ് നെക്സ്റ്റ് നമ്മൾ എൻ്റർ നമ്പർ ടു സെർച്ച്, നമുക്ക് സെർച്ച് ചെയ്യാനുള്ള നമ്പർ യൂസറോട് എന്താണ് എൻ്റർ ചെയ്യാൻ പറയുന്നു. അപ്പൊ നമുക്ക് ആദ്യം ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 4 നോഡ്സ് ഉള്ള ലിങ്ക്ഡ് ലിസ്റ്റ്. സ്റ്റാർട്ട് 3ക്ക് 3യിൽ നിന്നും 2 7 5 എന്നുള്ളതാണ് അവസാനത്തെ നോഡ്. നളന്ന് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ് എൻ്റർ നമ്പർ ടു സെർച്ച്, നമുക്ക് സെർച്ച് ചെയ്യേണ്ട നമ്പർ യൂസറോട് എൻ്റർ ചെയ്യാൻ പറയുന്നു. എൻ്റർ നമ്പർ ടു സെർച്ച്. ഫോർ എക്സാമ്പിൾ യൂസർ എൻ്റർ ചെയ്യുന്നത് എന്താണ് 7 ആണെന്ന് വിചാരിക്കുക. 7 എന്നുള്ള നമ്പറിനെയാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്താണ് scanf %d %n. ഇപ്പോൾ എൻ്റർ ചെയ്തിട്ടുള്ള 7 എന്നുള്ള നമ്പറിന് എന്താണ് നമ്മൾ എന്നിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം p ഈക്വൽ ടു സ്റ്റാർട്ട്. p ഈക്വൽ ടു സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ പിയിലേക്ക് നമ്മൾ എന്താണ് അസൈൻ ചെയ്യുന്നു. എന്താണ് അസൈൻ ചെയ്യുന്നത്? സ്റ്റാർട്ട് ആണ് അസൈൻ ചെയ്യുന്നത്. സ്റ്റാർട്ട് അസൈൻ ചെയ്യുക എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിൽ നമ്മൾ എന്താണ് കൊടുത്തിട്ടുള്ളത് 3 എന്നുള്ള നോഡിന്റെ അഡ്രസ് ആണ്. അപ്പോൾ പി എന്ന് പറയുന്ന നോഡും ഇപ്പോൾ അല്ലെങ്കിൽ പി എന്ന് പറയുന്ന പോയിന്ററും ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? 3 എന്നുള്ള നോഡിലേക്കായിരിക്കും.
സ്റ്റാർട്ട് ആൻഡ് പി ഫോക്കസിങ് ടു ദ നോഡ് 3. ദെൻ നെക്സ്റ്റ് നമ്മളൊരു വൈൽ ലൂപ്പ് യൂസ് ചെയ്യുന്നു. ഈ ഒരു വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളതാണ് ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൽ 7 എന്നുള്ള എലമെന്റ് ഏതെങ്കിലും നോഡിൽ ഒക്കോ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ എന്താണ് ഫൈൻഡ് ചെയ്യണം. അപ്പം നമ്മൾ ആദ്യത്തെ നോഡ് എടുക്കുന്നു, ആ നോഡിലെ എലമെന്റ് നമ്മുടെ 7 എന്നുള്ള എലമെന്റും ഈക്വൽ ആണ് നോക്കുന്നു. ഈക്വൽ ആണെങ്കിൽ എന്താണ് നമ്മൾ അവിടെ പ്രിന്റ് ചെയ്യുന്നു, അങ്ങനെ ഒരു നോഡ് അവിടെ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്, ഒക്കോ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ നമ്മളെ കമ്പാരിസൺ ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് 2 എലമെന്റും സെയിം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അടുത്ത നോഡിലേക്ക് പോകുന്നത്. അങ്ങനെ ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വൈൽ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു വൈൽ ലൂപ്പിന് ഉള്ളിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇഫ് കണ്ടീഷൻ ഉണ്ട്. ആ ഇഫ് കണ്ടീഷനുള്ളിൽ 2 സ്റ്റേറ്റ്മെന്റ്സ്, ദെൻ ഇഫ് കണ്ടീഷന് പുറത്തായിട്ട് 2 സ്റ്റേറ്റ്മെന്റും. ഇത്രയാണ് നമ്മളെ വൈൽ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വൈൽ ലൂപ്പിലുള്ള കണ്ടീഷൻ എന്താണ്? വൈൽ പി നോട്ട് ഈക്വൽ ടു നൾ എന്നാണ്. അതായത് പി നോട്ട് ഈക്വൽ ടു നൾ എന്ന് പറയുമ്പോൾ പി എന്താണ് 3 എന്നുള്ള നോഡിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് പി നള്ളല്ല. അപ്പോൾ കണ്ടീഷൻ എന്തായിരിക്കും? അതായത് പി എന്നുള്ള നോഡിൽ ഒരു ഡാറ്റ പാർട്ടുണ്ട്, ഒരു നെക്സ്റ്റ് പാർട്ടുണ്ട്, അതെന്താണ് നള്ളല്ല. അപ്പൊ നോട്ട് ഈക്വൽ ടു നൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കണ്ടീഷൻ ട്രൂ ആയിരിക്കും. ട്രൂ ആകുന്ന കേസിൽ എന്താണ്? ഈഫ് പി ടു ഡാറ്റ ഈക്വൽ നള്ളാണ്, ഒരു കണ്ടീഷനാണ്. ഒരു ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, പി ടു ഡാറ്റ ഈക്വൽ നൾ. അതായത് പി എന്ന് പറയുന്നത് എന്താണ്? 3 എന്നുള്ള നോഡിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിന്റെ ഡാറ്റ പാർട്ടിൽ എന്താണുള്ളത്? 3 ആണുള്ളത്. എൻ എന്ന് പറയുന്നത് എന്താണ്? 7 ആണ്. അപ്പൊ 3 ഈക്വൽ 7 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കണ്ടീഷൻ ഫാൾസ് ആയിരിക്കും. ഫാൾസ് ആകുന്ന കേസിൽ ഈഫ് കണ്ടീഷൻ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല, പുറത്തു വരും. ഈഫിന് പുറത്ത് എന്താണ്? പി ഈക്വൽ ടു പി ടു നെക്സ്റ്റ്. അപ്പൊ പി ഈക്വൽ ടു പി ടു നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ പി നമ്മൾ എന്താണ് ഇവിടുന്ന് ചേഞ്ച് ചെയ്യുന്നു, പിയിലേക്ക് നമ്മളൊരു വാല്യൂ അസൈൻ ചെയ്യുന്നു. അപ്പോൾ ഓൾറെഡി ഉള്ള വാല്യൂ നമ്മൾ എന്താണ് റിമൂവ് ചെയ്യും. ദെൻ അവിടേക്ക് എന്താണ് അസൈൻ ചെയ്യുന്നത്? പി ടു നെക്സ്റ്റ് ആണ്. അപ്പൊ പി ടു നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ പി എന്നുള്ളത് എന്താണ്? 3 എന്നുള്ള നോഡാണ്. 3 എന്നുള്ള നോഡിന്റെ നെക്സ്റ്റ് പാർട്ടിൽ എന്താണുള്ളത്? പി എന്നുള്ള നോഡിന്റെ നെക്സ്റ്റ് പാർട്ടിൽ അതിന്റെ അടുത്ത നോഡായിട്ടുള്ള 2 എന്നുള്ള നോഡിന്റെ അഡ്രസ് ആണുള്ളത്. ആ അഡ്രസ് ആയിരിക്കും നെക്സ്റ്റ് നമ്മൾ പിയിലേക്ക് അസൈൻ ചെയ്യുന്നത്. അപ്പോൾ പി എന്ന് പറയുന്നത് ഇനി 2 എന്നുള്ള നോഡിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. പി എന്നുള്ളത് 2 എന്നുള്ള നോഡിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അതിനുശേഷം എന്താണ്? I++ ആണ്. I++ എന്ന് പറയുമ്പോൾ ഐ എന്നുള്ളത് എന്താണ്? ഇനീഷ്യലി നമ്മൾ 1 എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. I ഈക്വൽ ടു 1 എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ I ഈക്വൽ ടു 1 എന്നുള്ളത് മാറിയിട്ട് I ഈക്വൽ ടു എന്താകുന്നു? I++ എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ ഒന്നുകൂടെ ഇൻക്രിമെന്റ് ചെയ്യുന്നു. ദെൻ വീണ്ടും നമ്മൾ എന്താണ്? വൈൽ ലൂപ്പിൽ വരും. വൈൽ ലൂപ്പിൽ എന്താണ്? വൈൽ പി നോട്ട് ഈക്വൽ ടു നൾ എന്നാണ്. അപ്പൊ പി എന്ന് പറയുന്നത് ഇപ്പോൾ 2 എന്നുള്ള നോഡിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ പി നോട്ട് ഈക്വൽ ടു നൾ എന്ന് പറയുമ്പോൾ പി എന്താണ്? നള്ളല്ല. പിയിലൊരു ഡാറ്റ പാർട്ടും നെക്സ്റ്റ് പാർട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടീഷൻ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ട്രൂ ആകുന്ന കേസിൽ എന്താണ്? ഇഫ് പി ടു ഡാറ്റ ഈക്വൽ നൾ. അപ്പൊ പി ടു ഡാറ്റ എന്ന് പറയുമ്പോൾ പി എന്നുള്ളത് 2 എന്നുള്ള നോഡിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ 2 ഈക്വൽ അതിന്റെ ഡാറ്റ പാർട്ട് എന്താണ്? 2 ആണ്. ആൻഡ് n ഈക്വൽ ടു 7. അപ്പൊ 2 ഈക്വൽ 7 എന്ന് പറയുമ്പോൾ കണ്ടീഷൻ ഫാൾസ് ആയിരിക്കും. ഫാൾസ് ആകുന്ന കേസിൽ ഇഫ് എന്താണ്? ഈഫിനുള്ളിലുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല, പുറത്ത് വരും. പുറത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പി ഈക്വൽ ടു പി ടു നെക്സ്റ്റ് എന്നാണ്. അപ്പൊ പി ഈക്വൽ ടു പി ടു നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ പി എന്നുള്ളത് 2 എന്നുള്ള നോഡിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിന്റെ നെക്സ്റ്റ് പാർട്ട് എന്താണ്? പിയിലേക്ക് നമ്മൾ എന്താണ്? ഒരു വാല്യൂ അസൈൻ ചെയ്യുന്നു. അപ്പൊ 2 എന്നുള്ള പോയിന്റ് ചെയ്യുന്നത് നമ്മൾ എന്താണ്? റിമൂവ് ചെയ്തിട്ട് അവിടേക്ക് അസൈൻ ചെയ്യുന്നത് എന്താണ്? പി ടു നെക്സ്റ്റ് ആണ്. അപ്പോൾ പി ടു നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ പി 2 എന്നുള്ള നോഡാണ്. 2ന്റെ നെക്സ്റ്റ് പാർട്ടിൽ എന്താണുള്ളത്? 7 എന്നുള്ള നോഡിന്റെ അഡ്രസ് ആണത്. അപ്പൊ പിയിലേക്ക് ഇനി നമ്മൾ 7 എന്നുള്ള നോഡിന്റെ അഡ്രസ് ആയിരിക്കും അസൈൻ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് പി ഫോക്കസിങ് ടു ദ നോഡ് 7. ദെൻ നെക്സ്റ്റ് എന്താണ്? I++. എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ വീണ്ടും ഇൻക്രിമെന്റ് ചെയ്യുന്നു, 3 ആകുന്നു. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. വൈൽ പി നോട്ട് ഈക്വൽ ടു നൾ. പി നോട്ട് ഈക്വൽ ടു നൾ എന്ന് പറയുമ്പോൾ എന്താണ്? പി എന്നുള്ളത് 7 എന്നുള്ള നോഡിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആകുന്ന കേസിൽ ഇഫ് പി ടു ഡാറ്റ ഈക്വൽ നൾ. പി ടു ഡാറ്റ ഈക്വൽ നൾ എന്ന് പറയുമ്പോൾ പിയുടെ ഡാറ്റ എന്താണ്? 7 ആണ്. n എന്ന് പറയുന്നത് 7 ആണ്. അപ്പൊ 7 ഈക്വൽ 7 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കണ്ടീഷൻ ട്രൂ ആയിരിക്കും. ട്രൂ ആകുന്ന കേസിൽ എന്താണ്? % d ഈസ് ഫൗണ്ട് അറ്റ് നോഡ് എന്ന് പറഞ്ഞിട്ട് എന്താണ്? പ്രിന്റ് ചെയ്യുന്നു. അപ്പൊ % d എന്നുള്ളിടത്ത് എന്താണ് പ്രിന്റ് ചെയ്യുന്നത്? നമ്മൾ n എന്നാണ് പ്രിന്റ് ചെയ്യുന്നത്. ആദ്യത്തെ വാല്യൂ നമ്മൾ n എന്നാണ് പ്രിന്റ് ചെയ്യുന്നത്. n എന്നുള്ളത് എന്താണ്? 7 ആണ്. 7 ഈസ് ഫൗണ്ട് അറ്റ് നോഡ് %d. നെക്സ്റ്റ് % d എന്താണ് പ്രിന്റ് ചെയ്യുന്നത്? I ആണ് പ്രിന്റ് ചെയ്യുന്നത്. I എന്നുള്ളത് എന്താണ്? 3 ആണ്. സോ 7 ഈസ് ഫൗണ്ട് അറ്റ് നോഡ് 3. അതായത് നമ്മൾ സെർച്ച് ചെയ്യുന്ന 7 എന്നുള്ള വാല്യൂ എന്താണ്? 3ാമത്തെ നോഡിൽ ഫൗണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. ദെൻ നെക്സ്റ്റ് എന്താണ്? ഫ്ലാഗ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കുന്നു. അതായത് നമ്മൾ ഫ്ലാഗ് എന്താണ്? നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന
എലമെന്റ് ഒക്കോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഫ്ലാഗിനെ 0 ആക്കിയിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ദെൻ അങ്ങനെ ഒരു ഇനീഷ്യലി നമ്മൾ 0 ആയിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ഒക്കർ വരുമ്പോൾ നമ്മൾ എന്താണ് ഫ്ലാഗിനെ 1 ആക്കുന്നു. എന്നാൽ നമുക്ക് എന്താണ് അവസാനം വൈൽ ലൂപ്പിൽ നിന്നൊക്കെ എക്സിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്യാം ഫ്ലാഗ് 0 ആണോ 1 ആണോ എന്ന്. 0 ആണെങ്കിൽ നമ്മൾ പറയും അങ്ങനെ ഒരു ഒക്കർ അവിടെ ഇല്ല എന്ന്, അതല്ലെങ്കിൽ നോട്ട് മാച്ച് ആണെന്ന് പറയും. ഇതെല്ലാം ഫ്ലാഗ് 1 ആണെങ്കിൽ നമുക്ക് പറയാം എവിടെയോ ഒരു ഫൗണ്ട് നമ്മൾ ഒക്കോ ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ 7 ഒക്കോ ചെയ്തത് കൊണ്ട് നമ്മൾ എന്താണ് ഫ്ലാഗ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. ദെൻ നെക്സ്റ്റ് എന്താണ് ഫ്ലാഗ് ഈക്വൽ ടു 1 കൊടുത്തു. ഇഫ് കണ്ടീഷനുള്ളിലുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പുറത്ത് വരുന്നു. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സെർച്ച് ചെയ്യുമ്പോൾ ഒരു ഒക്കോർ ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ എന്താണ് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ എന്താണ് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു പ്രോഗ്രാമിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതായത് 7 എന്നുള്ള നോഡ് നമ്മൾ എന്താണ് അവസാനത്തെ നോഡ് വരെ സെർച്ച് ചെയ്യും. അപ്പം എത്ര പ്രാവശ്യം നമുക്ക് ആ ഒരു ഒക്കോർ ഫൗണ്ട് ചെയ്തിട്ടുണ്ട് അത്രയും പ്രാവശ്യം നമ്മൾ എന്താണ് പ്രിന്റ് ചെയ്യുന്നു. അടുത്ത സ്റ്റേറ്റ്മെന്റ് പി ഈക്വൽ ടു പി ടു നെക്സ്റ്റ് ആണ്. അതായത് പി എന്ന് പറയുന്നത് എന്താണ് 7 എന്നുള്ള നോഡിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിന്റെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും പിയുടെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ 7 എന്നുള്ള നോഡിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് 5 എന്നുള്ള നോഡിന്റെ അഡ്രസ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണ് 5 എന്നുള്ള നോഡിലേക്കായിരിക്കും ആ ഒരു അഡ്രസ് ആണ് നമ്മൾ പിയിലേക്ക് അസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പി എന്തായിരിക്കും 5 എന്നുള്ള നോഡിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ് ഐ പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ എന്താണ് 2 ആകുന്നു. അപ്പൊ ഈ ഐ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് നമ്മൾ നോഡ് കൗണ്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് പ്രിന്റ് ചെയ്യുമ്പോൾ എത്രാമത്തെ നോഡിലാണ് ഒക്കോർ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഐയുടെ വാല്യൂ എന്തായി 4 ആയി. ദെൻ വീണ്ടും നമ്മൾ വൈൽ ലൂപ്പിൽ പോകും. കണ്ടീഷൻ എന്താണ് പി നോട്ട് ഈക്വൽ ടു നൾ എന്നാണ്. അതായത് പിയുടെ വാല്യൂ എന്താണ് 5 ആണ്. അതുകൊണ്ട് തന്നെ കണ്ടീഷൻ എന്തായിരിക്കും ട്രൂ ആയിരിക്കും. ട്രൂ ആകുന്ന കേസിൽ നമ്മൾ ഈഫിൽ വരും. ഈഫിൽ പി ടു ഡാറ്റ ഈക്വൽ നൾ. പിയുടെ ഡാറ്റ എന്ന് പറയുന്നത് 5 ആണ്. എൻ എന്ന് പറയുന്നത് എന്താണ് 7 ആണ്. പി ടു ഡാറ്റ ഈക്വൽ എൻ എന്നാണ്. അപ്പോൾ 5 ഈക്വൽ 7 എന്ന് പറയുമ്പോൾ കണ്ടീഷൻ ഫാൾസ് ആയിരിക്കും. ഫാൾസ് ആകുന്ന കേസിൽ എന്താണ് വീണ്ടും പി ഈക്വൽ ടു പി ടു നെക്സ്റ്റ്. അപ്പൊ പി ഈക്വൽ ടു പി ടു നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ പി എന്താണ് 5 എന്നുള്ള നോഡാണ്. അതിന്റെ നെക്സ്റ്റ് പാർട്ടിൽ എന്താണുള്ളത് നള്ളാണുള്ളത്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് എന്തായിരിക്കും പി എന്നുള്ളത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് നള്ളാണ്. അതായത് പിയിലേക്ക് നമ്മൾ എന്താണ് സ്റ്റോർ ചെയ്യുന്നത് നൾ എന്നുള്ള വാല്യൂ ആയിരിക്കും. പി ഈക്വൽ ടു നള്ളെന്നായിരിക്കും പിയുടെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. പി എന്താണ് 5 ആണ്. അതിന്റെ നെക്സ്റ്റ് പാർട്ടിൽ എന്താണുള്ളത് നള്ളാണുള്ളത്. ആ നള്ളായിരിക്കും നമ്മൾ പിയിലേക്ക് അസൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ് ഐ പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ എന്താകുന്നു 5 ആകുന്നു. വീണ്ടും നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു പി നോട്ട് ഈക്വൽ ടു നൾ. അപ്പൊ പി എന്താണ് ഇപ്പോൾ നള്ളാണ്. അപ്പൊ നോട്ട് ഈക്വൽ ടു നൾ എന്ന് പറയുമ്പോൾ കണ്ടീഷൻ ഫാൾസ് ആയിരിക്കും. ഫാൾസ് ആകുന്ന കേസിൽ നമ്മൾ എന്താണ് വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് എന്താണ് അടുത്ത കണ്ടീഷൻ ആണ് ഇഫ് ഫ്ലാഗ് ഈക്വൽ 0. അതായത് ഫ്ലാഗ് ഇപ്പോഴും 0 ആണെങ്കിൽ, അതായത് ഒറ്റ മാച്ചും ഫൗണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് ഫ്ലാഗിന്റെ വാല്യൂ 0 തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ പറയും പെർസെന്റേജ് ഡി ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ദിസ് ലിങ്ക് ലിസ്റ്റ്. നമ്മുടെ ലിങ്ക് ലിസ്റ്റിൽ എന്താണ് ഈ ഒരു വാല്യൂ ഇല്ല. ഈ പെർസെന്റേജ് ഡി എന്നുള്ളിടത്ത് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് എന്താണ് എൻ ആണ്. അതായത് 7 എന്താണ് ഈ ലിങ്ക് ലിസ്റ്റിൽ ഇല്ല എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ഒരു ലിങ്ക് ലിസ്റ്റ് സെർച്ച് ചെയ്യണമെങ്കിൽ എന്താണ് അതിലുള്ള ഓരോ എലമെന്റ്സിനെയും 1 by 1 ഫെച്ച് ചെയ്യുന്നു. എന്നിട്ട് എന്താണ് അതിനെ നമ്മുടെ എലമെന്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഈക്വൽ ആണെങ്കിൽ നമ്മൾ എലമെന്റ് ഫൗണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയും. അതല്ലെങ്കിൽ എന്താണ് നോട്ട് ഫൗണ്ട് ആണ് എന്ന് പറയും. സെർച്ച് ചെയ്യാനുള്ള പ്രോഗ്രാം ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തു. ലിങ്ക് ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ എന്താണ് സെർച്ച് ചെയ്യുന്നു. റണ്ണ്. എൻ്റെ ഡാറ്റ 3 5 7 0 3 എലമെന്റ്സിനെ കൊടുത്തിട്ടുണ്ട്. എൻ്റർ നമ്പർ ടു സെർച്ച് 5 എന്ന് കൊടുത്തു. 5 ഈസ് ഫൗണ്ട് അറ്റ് 2. രണ്ടാമത്തെ പൊസിഷനിൽ എന്താണ് 5 ഫൗണ്ട് ചെയ്തിട്ട്, അതായത് നമ്മുടെ രണ്ടാമത്തെ നോഡിൽ എന്താണ് 5 ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു. നമ്മൾ സെർച്ച് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിലുള്ള ഓരോ എലമെന്റിനെയും ഫെച്ച് ചെയ്യുന്നു, ഓരോ നോഡിനെയും ഫെച്ച് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ സെർച്ച് ചെയ്യേണ്ട നമ്പറുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഈക്വൽ ആണെങ്കിൽ പ്രിന്റ് ചെയ്യുന്നു. അതല്ലെങ്കിൽ എന്താണ് അടുത്ത നോഡിലേക്ക് മൂവ് ചെയ്തിട്ട് പോകുന്നു. അങ്ങനെ അവസാനത്തെ നോഡ് വരെ നമ്മൾ ഏതെങ്കിലും പ്രാവശ്യം, എത്ര പ്രാവശ്യം നമ്മൾ കമ്പാരിസൺ ഒക്കെ ഈക്വൽ ആവുന്നുണ്ട് അത്രയും പ്രാവശ്യം നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. അതല്ലെങ്കിൽ എന്താണ് ഫ്ലാഗിന്റെ വാല്യൂ അപ്പോഴും 0 ആയിരിക്കും. അപ്പൊ നള്ള് അവസാനത്തെ നോഡിലെത്തുമ്പോൾ നമ്മൾ വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു. ദെൻ ഫ്ലാഗ് 0 ആണെന്നുണ്ടെങ്കിൽ നോട്ട് ഫൗണ്ട് ആണ് എന്ന് പറയുന്നു.